ഓക്കെ. അടുത്തായിട്ട് നമ്മൾ പ്രൊജക്റ്റ് മാനേജറുടെ റോള്, അതുപോലെ തന്നെ അവരുടെ സ്കിൽ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, നമുക്കൊരു പ്രൊജക്റ്റ് മാനേജർക്ക് വേണ്ട സ്കിൽസും അതുപോലെ അവരുടെ റെസ്പോൺസിബിലിറ്റീസും ആണ് നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഒരു പ്രൊജക്റ്റ് മാനേജർ എന്ന് പറഞ്ഞാൽ, പ്രൊജക്റ്റ് മാനേജർ ഈസ് റെസ്പോൺസിബിൾ ഫോർ എൻഷുറിംഗ് ദ സോഫ്റ്റ്വെയർ പ്രൊജക്റ്റ് ഈസ് കംപ്ലീറ്റഡ് സക്സസ്ഫുള്ളി ബൈ അച്ചീവിംഗ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ് വിത്തിൻ ദ കൺസ്ട്രെയിൻസ് ഓഫ് ടൈം, കോസ്റ്റ്, സ്കോപ്പ് ആൻഡ് ക്വാളിറ്റി എന്ന് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും. A manager is coordinate people's resources and activities while balancing the expectations of stakeholders throughout the project life cycle. പ്രൊജക്റ്റിന്റെ ഫുൾ ലൈഫ് സൈക്കിളിൽ നമുക്ക് എന്ത് ചെയ്യണം? ഒരു പ്രൊജക്റ്റ് മാനേജറാണ് അതിന്റെ റിസോഴ്സസും കാര്യങ്ങളും അതിന്റെ ആക്ടിവിറ്റീസും എല്ലാം കോർഡിനേറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ പ്രൊജക്റ്റ് മാനേജേഴ്സിന്റെ ഉള്ള കുറച്ച് സ്കിൽസ് ആണ്. നമുക്ക് ഓരോന്നും ഹെഡിങ് വായിച്ചാൽ തന്നെ നമുക്ക് എന്താണെന്നുള്ള സ്കിൽസ് മനസ്സിലാവും. ഒന്ന് ലീഡർഷിപ്പ് സ്കില്ലാണ്. ലീഡർഷിപ്പ് സ്കില്ലാണ് നമ്മൾ പ്രൊജക്റ്റ് മാനേജറിന് എന്തായാലും വേണ്ട സ്കില്ലാണ്. അതിൽ കീ പോയിന്റ്സ് ആണ് മോട്ടിവേറ്റ് ദ ടീം ആൻഡ് ഡെലിഗേറ്റ് ദ റെസ്പോൺസിബിലിറ്റീസ്, റിസോൾവ് ദ കോൺഫ്ലിക്ട്സ്, ബിൽഡ് ദ ടീം വർക്ക്, ഇൻസ്പയർ ആൻഡ് ഗീവ് ദ കോൺഫിഡൻസ് ടു ദ ടീം. ദെൻ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് നമുക്ക് ഒരു പ്രൊജക്റ്റ് മാനേജറിന് വേണ്ട സ്കില്ല്. Good communication skill includes conducting the meetings, preparing the project reports, listening the stakeholder concerns, explain the project objectives clearly, providing regular progress updates എല്ലാം പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എന്താണെന്നുള്ളത് ഞാൻ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ദെൻ പ്ലാനിങ് സ്കില്ലാണ്. പ്ലാനിങ് സ്കില്ല് നമുക്ക് planning is a foundation of a project management. The project manager prepares the detailed plan before the project execution. So planning skill, planning the activities included, defining the project objectives, estimate the project duration, estimation of project cost, allocate the resources, prepare the schedule. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പ്ലാനിങ്ങിൽ ഉണ്ടാവേണ്ടത്. Then organization skill, project manager must organize the project activities efficiently. Efficient ആയിട്ട് ഒരു പ്രൊജക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? പ്രൊജക്റ്റ് മാനേജർ ഓർഗനൈസ് ചെയ്യണം. Assign the team work to the team members, coordinate the different departments, managing the project documentation, monitor the task completion തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഓർഗനൈസ് ചെയ്യണം. ഓർഗനൈസേഷൻ സ്കിൽ എന്ന് പറയുന്നത്. ഡിസിഷൻ മേക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു പ്രൊജക്റ്റ് മാനേജറിന്. During the project execution, many decisions must be made regarding this. Resource allocation, budget utilization, schedule adjustments, risk response, technical alternatives. ഇതിലൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് മേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രൊജക്ട് മാനേജറിന് കഴിയണം. Then വരുന്നത് റിസ്ക് മാനേജ്മെന്റ് സ്കില്ലാണ്. സോഫ്റ്റ്വെയർ പ്രൊജക്ട് ഫേസസ് മേ അൺസർട്ടനിറ്റീസ്. ദ പ്രൊജക്ട് മാനേജർ ഷുഡ് ബി ഐഡന്റിഫൈ ദ പ്രൊജക്ട് റിസ്ക്. കറക്റ്റ് ടൈമിൽ നമ്മൾ പ്രൊജക്റ്റിന്റെ റിസ്കിനെ നമ്മൾക്ക് ഐഡന്റിഫൈ ചെയ്യാനും അതിനെ അനലൈസ് ചെയ്യാനും അതിനെ സോൾവ് ചെയ്യാനും നമുക്ക് പറ്റണം. അതാണ് പ്രൊജക്ട് മാനേജറിന്റെ സ്കിൽ എന്ന് പറയുന്നത്. റിസ്ക് മാനേജ്മെന്റ് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ദെൻ നെഗോഷിയേഷൻ സ്കില്ലാണ്. പ്രൊജക്ട് മാനേജർ ഫ്രീക്വൻലി നെഗോഷിയേറ്റ് വിത്ത് കസ്റ്റമേഴ്സ്, ടീം മെമ്പേഴ്സ് ആൻഡ് സപ്ലയേഴ്സ് തുടങ്ങിയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്സുമായിട്ട് നെഗോഷിയേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം. ഇതിലുള്ള ഒരു പ്രൊജക്ട് മാനേജേഴ്സിലുള്ള പല സ്കില്ലും നമുക്ക് ഓർത്തെടുത്താൽ തന്നെ പെട്ടെന്ന് നമുക്ക് പറ്റുന്നതാണ്. അപ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കുറേ പോയിന്റ്സ് ആയിട്ട് കൊടുത്തിട്ട് നമുക്ക് റിമെമ്പർ ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് റിമെമ്പർ ചെയ്തെടുക്കാൻ വേണ്ടി സുഖം ആയിരിക്കും. കമ്മ്യൂണിക്കേഷൻ മാനേജ്മെന്റ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇത്രയും കുറച്ച് സെറ്റ് ഓഫ് സ്കിൽസ് ആണുള്ളത്. ഇനിയും കുറേ സ്കിൽസ് നമുക്ക് ഓൾറെഡി വേണ്ടതായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള സ്കിൽസ് എല്ലാം നിങ്ങൾക്ക് അതിൽ എഴുതാം. സെറ്റ് ഓഫ് സ്കിൽസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത്, ഒരു പ്രൊജക്ട് മാനേജർ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത് പ്രൊജക്ട് പ്ലാൻ ചെയ്യുക. പ്ലാനിങ് എന്ന് പറയുന്നത് റെസ്പോൺസിബിലിറ്റി. പ്രൊജക്ട് മാനേജർ ഡെവലപ്സ് ഓവറോൾ പ്രൊജക്ട് പ്ലാൻ ഇൻക്ലൂഡിങ് ഒബ്ജക്റ്റീവ്സ്, സ്കോപ്പ്, ഷെഡ്യൂൾ, ബഡ്ജറ്റ്, റിസോഴ്സ് അലോക്കേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. ദെൻ സ്കോപ്പ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ പ്രൊജക്ട് മാനേജർ ഡിഫൈൻസ് വാട്ട് വർക്ക് ഷുഡ് നോട്ട് ബി ഇൻക്ലൂഡഡ് ഇൻ ദ പ്രൊജക്ട്. നമ്മൾ പ്രൊജക്റ്റിന്റെ സ്കോപ്പിനനുസരിച്ച് ഏത് വർക്ക് ചെയ്യണം, ഏത് വർക്ക് ചെയ്യേണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ
മാനേജ് ചെയ്യുന്നത് പ്രൊജക്റ്റ് മാനേജറാണ്. ദെൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, കറക്റ്റായിട്ട് റിസോഴ്സിനെ യൂട്ടിലൈസ് ചെയ്യുക. അതിൽ വരുന്ന റിസോഴ്സസ് ആണ് ഹ്യൂമൻ റിസോഴ്സ്, ഹാർഡ്വെയർസ്, സോഫ്റ്റ്വെയർ, ബഡ്ജറ്റ്, എക്യുപ്മെൻറ്റ്സ്, കാര്യങ്ങൾ അങ്ങനത്തെ തുടങ്ങിയിട്ട് എല്ലാ റിസോഴ്സസിനെയും കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്, മാനേജ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തതൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ടുള്ളത്. ദെൻ ഷെഡ്യൂൾ മാനേജ്മെൻറ്റ്, പ്രൊജക്ട് മാനേജറിനെ ക്രിയേറ്റ്സ് എ പ്രൊജക്ട് ഷെഡ്യൂൾ, ഡിഫൈൻ ദ മൈൽ സ്റ്റോൺസ് ആൻഡ് മോണിറ്റേഴ്സ് ദ ഡെഡ് ലൈൻസ്. അപ്പോൾ പ്രൊജക്റ്റിൻ്റെ ഷെഡ്യൂൾസ് മാനേജ് ചെയ്തിട്ട് അതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക എന്നുള്ളതാണ് അടുത്തൊരു റെസ്പോൺസിബിലിറ്റി. ദെൻ കോസ്റ്റ് മാനേജ്മെൻറ്റ് റെസ്പോൺസിബിലിറ്റീസ് ഇൻക്ലൂഡ്സ് എസ്റ്റിമേഷൻ ഓഫ് പ്രൊജക്ട് കോസ്റ്റ്, പ്രിപ്പയറിംഗ് ബഡ്ജറ്റ്, മോണിറ്ററിംഗ് ദ പ്രൊജക്ട് എക്സ്പെൻസസ്, കൺട്രോളിംഗ് ദ പ്രൊജക്ട് കോസ്റ്റ്. ദെൻ റിസ്ക് മാനേജ്മെൻറ്റ്, റിസ്കിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് കറക്റ്റായിട്ടുള്ള സമയത്ത് റിസ്കിനെ നമുക്ക് മാനേജ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക. Project manager continuously identify the risk, assess their probability of impact, and plans the mitigation strategies. Then reviews the risk during the project, and risk management minimize the chances of project failure. ഓരോന്ന് കറക്റ്റ് സമയത്ത് നമ്മൾ റിസ്ക് മാനേജ് ചെയ്ത് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ദെൻ കമ്മ്യൂണിക്കേഷൻ മാനേജ്മെൻറ്റ് responsibilities include the conducting meetings, preparing the status reports, sharing the project updates, managing the stakeholder expectations, കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുക. അപ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള ടൈമിൽ പ്രോപ്പർ ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനനുസരിച്ച് മീറ്റിംഗ് ചെയ്യുക, അതിൻ്റെ റിപ്പോർട്ടുകൾ തയ്യാറാക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ക്വാളിറ്റി മാനേജ്മെൻറ്റ്, പ്രൊജക്ട് മാനേജേഴ്സ് എൻഷുവേഴ്സ് that the customer requirements are satisfied. കറക്റ്റ് ആയിട്ടുള്ള നമ്മളെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ റിക്വയർമെൻറ്റ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുന്നത് ഒരു പ്രൊജക്ട് മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇത് മോണിറ്ററിങ് ആൻഡ് കൺട്രോളിങ്, പ്രൊജക്ട് മാനേജർ കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യുക, ഷെഡ്യൂൾ ചെയ്ത കാര്യങ്ങളൊക്കെ കറക്റ്റ് ടൈമിൽ തീരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്തതുപോലെ നമ്മളെ വർക്ക് മുന്നോട്ട് പോകുന്നുണ്ടോ എന്നുള്ളത് മോണിറ്റർ ചെയ്യുക, അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് ഒരു പ്രൊജക്ട് മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ദെൻ നെക്സ്റ്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറഞ്ഞാൽ യുണീക്ക് ചലഞ്ചസ് കമ്പയർ ടു അതർ പ്രൊജക്ട്സ്. മറ്റു പ്രൊജക്റ്റുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് സോഫ്റ്റ്വെയർ പ്രൊജക്റ്റിൻ്റെ കുറച്ച് ചലഞ്ചസ് ആണ്. ഇതും കുറച്ച് പോയിന്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, നമുക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവുന്ന കുറച്ച് പോയിന്റ്സ് ആണ്. ഇൻടാഞ്ചിബിൾ ഇൻ നാച്ചർ ഓഫ് സോഫ്റ്റ്വെയർസ് നമുക്ക് തൊടാനോ അല്ലെങ്കിൽ ടച്ച് ചെയ്യാനോ പറ്റാത്തതുകൊണ്ട് അത് ഒരു യുണീക്ക് ചലഞ്ചാണ് നമ്മൾ സോഫ്റ്റ്വെയറിനെ സംബന്ധിച്ചിടത്തോളം. അല്ലെങ്കിൽ ഇൻവിസിബിലിറ്റി എന്നുള്ളത് നമ്മൾ മുന്നേ പഠിച്ച കാര്യം, ഇൻവിസിബിൾ ആണ് എന്ന് പറയാം. ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു മോണിറ്റർ ദ പ്രോഗ്രസ് ആൻഡ് ഹാർഡ് ഫോർ കസ്റ്റമർ ടു വിഷ്വലൈസ് ദ ഫൈനൽ പ്രോഡക്റ്റ്. ഒരു ഫൈനൽ പ്രോഡക്റ്റിനെ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ട്. ഇൻടാഞ്ചിബിൾ നാച്ചർ, നോട്ട് ഫിസിക്കലി സീൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഉള്ളൊരു ചലഞ്ചാണത്. ദെൻ ചേഞ്ചിങ് ദ റിക്വയർമെൻറ്റ്സ്, നമ്മുടെ ഫ്രീക്വൻ്റ്ലി വരുന്ന റിക്വയർമെൻറ്റ്സ് ചേഞ്ചസ് നമ്മുടെ പ്രൊജക്റ്റിന് വരുന്ന ഒരു ചലഞ്ച്, സോഫ്റ്റ്വെയർ പ്രൊജക്റ്റിന് വരുന്ന ചലഞ്ചസ് ആണ്. ഏത് സമയത്തും റിക്വയർമെൻറ്റ്സിന് ചേഞ്ച് ആവാം എന്നുള്ള ഒരു ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് ഒരു ചലഞ്ചാണ്. ഫ്രീക്വന്റ് റിക്വയർമെൻറ്റ്സ് ചേഞ്ചസ് ഇൻക്രീസസ് കോസ്റ്റ് ആൻഡ് ടൈം, മേ ലീഡ് ടു സ്കോപ്പ് ആൻഡ് ക്രീപ്പ് ഓഫ് നോട്ട് കൺട്രോൾ. സ്കോപ്പ് ക്രീപ്പ് ഇഫ് നോട്ട് കൺട്രോൾ. ദെൻ ഹൈ കോംപ്ലക്സിറ്റി ഒരു ചലഞ്ചാണ്. എന്ന് വെച്ചാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള മൊഡ്യൂൾസും കാര്യങ്ങളും ഉണ്ടായതുകൊണ്ട് നമ്മളെ സോഫ്റ്റ്വെയർ പ്രൊജക്ട്സ് പൊതുവെ കോംപ്ലക്സ് ആണെന്ന് നമുക്ക് പറയാം. മോഡേൺ സോഫ്റ്റ്വെയർ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ന്യൂമറസ് മൊഡ്യൂൾസ്, ഡാറ്റാബേസസ്, ഇന്റർഫേസസ് ആൻഡ് എക്സ്റ്റേണൽ ഇൻ്റഗ്രേഷൻ. ഡിഫറെൻ്റ് ആയിട്ടുള്ള പാർട്ടുകളും ഡിഫറെൻ്റ് ആയിട്ടുള്ള മൊഡ്യൂൾസ് ഉണ്ടായതുകൊണ്ട് അത് കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോസസ് ആണെന്നുള്ളത് പറയാം. ഡിഫിക്കൽട്ടി ഇൻ കോസ്റ്റ് ആൻഡ് ടൈം എസ്റ്റിമേഷൻ, കോസ്റ്റും നമ്മുടെ ടൈമിൻ്റെ എസ്റ്റിമേഷൻ കാര്യങ്ങളിലുള്ള ബുദ്ധിമുട്ടും ഒരു നമ്മൾക്കുള്ളൊരു ചലഞ്ചാണ്. ഇറ്റ്സ് അണ്ടർ എസ്റ്റിമേഷൻ ഓഫ് ലീഡ്സ് ടു ഡിലേസ് ആൻഡ് ഓവർ എസ്റ്റിമേഷൻ വേസ്റ്റേജ് ഓഫ് റിസോഴ്സസ്. Estimating the software projects is challenging because many activities depends on the human expertise and unforeseen technical issues.
സോ കോസ്റ്റും ടൈമും നമ്മുടെ ടൈം എസ്റ്റിമേഷനും കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ അത് നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയർ പ്രൊജക്റ്റിൽ വരുന്നൊരു ചലഞ്ചാണ്. പല ആക്ടിവിറ്റീസും നമ്മൾ ഹ്യൂമൻ സെൻറ്റേർഡ് ആയിട്ട് ഹ്യൂമണിന്റെ എക്സ്പെർട്ടൈസ് വെച്ചിട്ട് ചെയ്യുന്നതായതുകൊണ്ട് കറക്റ്റ് ആയിട്ടുള്ള സമയത്ത് നമ്മുടെ ടെക്നിക്കൽ അല്ലെങ്കിൽ റിസോഴ്സസ് നമുക്ക് അവൈലബിൾ ആയിട്ടില്ലെങ്കിൽ അത് നമ്മുടെ പ്രൊജക്റ്റിന്റെ ഒരു ചലഞ്ചസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. റാപ്പിഡ് ടെക്നോളജി ചേഞ്ചസ് നമുക്ക് തന്നെ അറിയാം. നമ്മൾ ഡേ ടു ഡേ നമ്മളെ ടെക്നോളജി ചേഞ്ച് ചെയ്യുന്നത് നമ്മളെ സോഫ്റ്റ്വെയർ പ്രൊജക്റ്റിന് ബാക്കിയുള്ള പ്രൊജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം സോഫ്റ്റ്വെയർ പ്രൊജക്റ്റിൻ്റെ ചലഞ്ച് തന്നെയാണ്. ടീംസ് റിക്വയർസ് കണ്ടിന്യൂസ് ലേണിംഗ് ആൻഡ് ടെക്നോളജി സെലക്ടഡ് അറ്റ് ദ പ്രൊജക്ട് സ്റ്റാർട്ട് മേ ബി ഔട്ട്ഡേറ്റഡ്. ടെക്നോളജി സെലക്ടഡ് അറ്റ് ദ പ്രൊജക്ട് സ്റ്റാർട്ട് മേ ബി ഔട്ട്ഡേറ്റഡ്. നമ്മൾ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തുള്ള ടെക്നോളജി ആയിരിക്കില്ല ചിലപ്പോൾ എൻഡ് ചെയ്യാൻ സമയത്ത്, ചിലപ്പോൾ അത് ഔട്ട്ഡേറ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഹ്യൂമൻ സെൻട്രിക് ഡെവലപ്മെന്റ് ആണ്. നമ്മളെ എത്ര AI വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഹ്യൂമൻസ് ആണ് പ്രൈമറായിട്ട് നമ്മളെ വർക്ക് ചെയ്യുന്ന ആളുകൾ. സോ അതുകൊണ്ട് ഹ്യൂമൻ സെൻട്രിക് ആയതുകൊണ്ട് അതൊരു പ്രോബ്ലമാണ്. സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഡിപ്പെൻഡ്സ് ഓൺ പ്രൈമർലി ഓൺ നോളജ് ആൻഡ് സ്കിൽ ഓഫ് ഡെവലപ്പേഴ്സ് റാദർ ദാൻ മെഷീൻസ്. അതുകൊണ്ട് തന്നെ അത് ഒരു ചലഞ്ചാണ്. ഹ്യൂമൻ കറക്റ്റ് ആയിട്ടുള്ള റെസ്പോൺസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്കിൽഡ് ആയിട്ടുള്ള ഹ്യൂമണിനെ കിട്ടുക എന്നുള്ളത്. ദെൻ ക്വാളിറ്റി അഷുറൻസ് ചലഞ്ച്. നമ്മളെ ഒബ്ജക്റ്റീവിന്റെ ക്വാളിറ്റി കറക്റ്റ് ആയിട്ട് അഷ്യൂർ ചെയ്യുക എന്നുള്ളത് സോഫ്റ്റ്വെയർ പ്രൊജക്ട്സിനെ സംബന്ധിച്ചിടത്തോളം ചലഞ്ച് തന്നെയാണ്. ഹയസ്റ്റ് ആയിട്ടുള്ള ക്വാളിറ്റീനെ എത്തിക്കുക എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം, പ്ലാനിങ്ങും എക്സിക്യൂഷനും കൂടുതലായിട്ട് വേണ്ടി വരും. എക്സ്റ്റെൻസീവ് ടെസ്റ്റിംഗ് ഈസ് റിക്വയർഡ്. അപ്പോൾ ഓരോന്നും ടെസ്റ്റിംഗ് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഡെപ്ത് ആയിട്ടുള്ള ടെസ്റ്റിംഗ് കേസസ് നമുക്ക് ആവശ്യം വരും. ഇൻ്റഗ്രേഷൻ ഇഷ്യൂസ്, ഡിഫറെൻ്റ് മൊഡ്യൂൾസ് ഉണ്ടായതുകൊണ്ട് തന്നെ അതിനെല്ലാം കൂടി നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ഒരു ചലഞ്ചാണ്. കമ്പാറ്റബിലിറ്റി പ്രോബ്ലംസ്, ഇന്റർഫേസ് എറേഴ്സ്, ഡാറ്റ ഇൻകൺസിസ്റ്റൻസി എന്ന കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി. നമ്മൾ പ്രൊജക്റ്റിൽ ബാക്കിയുള്ള പ്രൊജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം റിസ്ക് കൂടുതലാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു ഈ ഇൻ്റഗ്രേഷൻസിൻ്റെ സമയത്തൊക്കെ നമുക്ക് അതിൻ്റെ കമ്പാറ്റബിൾ ആവാത്ത രീതിയിൽ ചില മൊഡ്യൂൾസ് നമ്മളെ മൊഡ്യൂൾസുമായിട്ട് കമ്പാറ്റബിൾ ആവാത്ത റിസ്ക്കും കാര്യങ്ങളൊക്കെ വരും. അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റേജസിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള റിസ്ക്, റിസോഴ്സ് പേഴ്സൺ അല്ലെങ്കിൽ റിസോഴ്സിൻ്റെ അലോക്കേഷൻ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സിൻ്റെ അവൈലബിലിറ്റി തുടങ്ങിയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള റിസ്ക് അൺസർട്ടനിറ്റീസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. കണ്ടിന്യൂസ് റിസ്ക് ഐഡന്റിഫിക്കേഷൻ ആൻഡ് മിറ്റിഗേഷൻ ഈസ് നീഡഡ്. മെയിൻ്റനൻസ് ആൻഡ് ഇവാലുവേഷൻ. പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഒരു പ്രൊജക്റ്റ് സോഫ്റ്റ്വെയർ കണ്ടിന്യൂസ് ഇൻവോൾവ്സ് ആഫ്റ്റർ ഡെലിവറി ത്രൂ ദ അപ്ഡേറ്റ്സ്, ബഗ് ഫിക്സ് ആൻഡ് ന്യൂ ഫീച്ചേഴ്സ്. സോ അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അതിൽ വർക്ക് ചെയ്യേണ്ടി വരും. കാരണം ഏത് സമയത്തും ബഗ്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ അതും ഒരു സോഫ്റ്റ്വെയർ പ്രൊജക്ട്സിനെ സംബന്ധിച്ചിടത്തോളം റിസ്ക് ആണ്. നമ്മൾ ഒരു വർക്ക് പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളത് കംപ്ലീറ്റ് ആയാൽ പോലും അത് ബഗ്സ് വരാനും അത് വീണ്ടും അതിലേക്ക് നമ്മൾ വർക്ക് ചെയ്യേണ്ടതായിട്ടും ചാൻസ് ഉണ്ട്. സോ ലോങ് ടേം മെയിൻ്റനൻസ് ഇൻക്രീസസ് പ്രൊജക്ട് കോസ്റ്റ്. പ്രൊജക്റ്റിന്റെ ലോങ് ടൈമിലുള്ള മെയിൻ്റനൻസ് പ്രൊജക്റ്റിന്റെ കോസ്റ്റ് ഇൻക്രീസ് ആവും. കണ്ടിന്യൂസ് സപ്പോർട്ട് ഈസ് റിക്വയർഡ്. സോ ഇത്രയും കാര്യങ്ങളാണുള്ളത്. സോ ഇതിൽ ഓരോ പോയിന്റ്സ് നമ്മൾ മനസ്സിലാക്കി വെക്കുക, ഓരോ പോയിന്റ്സ് മാത്രം നമ്മൾ പഠിച്ചു വെക്കുക, ബാക്കിയുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക. നമുക്ക് അറിയാവുന്ന ഒരു പോയിന്റ് വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ഉള്ളിൽ എന്താ നമുക്ക് എഴുതേണ്ടത് എന്നുള്ളത്. സോ ആ രീതിയിലായിരിക്കണം നമ്മളെ സ്റ്റഡി പോകേണ്ടത് കേട്ടോ.